ഇന്നത്തെ തൊഴിൽ അവസര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് കെ ഫോണിൽ ജോലി ഒഴിവ്. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 5, 2025 വൈകുന്നേരം 5 മണി. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് MBA ഇൻ ഫിനാൻസ്. എക്സ്പീരിയൻസ് 4 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം പ്രതിമാസം 75,000 രൂപ. പ്രായപരിധി 40 വയസ്സ്. ഒഴിവ് 1. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: CMDയുടെ സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കണം. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ സ്കാൻ ചെയ്ത് 200 KB-യിൽ താഴെ സൈസിൽ JPEG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സിഗ്നേച്ചർ ഒരു വെള്ള പേപ്പറിൽ ഇട്ട് സ്കാൻ ചെയ്ത് 50 KB-യിൽ താഴെ സൈസിൽ JPEG ഫോർമാറ്റിൽ സ്കാൻ ചെയ്യേണ്ടതാണ്. അപേക്ഷാർത്ഥിക്ക് വാലിഡായ ഒരു ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം. CMD എല്ലാ രീതിയിലുള്ള മെസ്സേജുകളും അഡ്മിഷൻ കാർഡും അയക്കുന്നത് ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലൂടെയുള്ള SMS വഴിയായിരിക്കും. വിശദ വിവരങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ 047123201001. എക്സ്റ്റൻഷൻ 237-250. പ്രവൃത്തി ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കാനായി CMDയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം www.cmd.kerala.gov.in/recruitment. റിക്രൂട്ട്മെന്റിൽ നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ റവന്യൂ അഷുറൻസ് ഇൻ കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ കാണാനായി വ്യൂ നോട്ടിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചതിനു ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കാനായി അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കിയതിനു ശേഷം പ്രൊസീഡ് ടു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പേര് ടൈപ്പ് ചെയ്യുക. പോസ്റ്റ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുക്കുക. റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി എന്നിവ പൂരിപ്പിക്കേണ്ടതാണ്. പെർമനന്റ് അഡ്രസ് പിൻകോഡ് സഹിതം കൊടുക്കേണ്ടതാണ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോഴ്സ്, സ്പെഷ്യലൈസേഷൻ, യൂണിവേഴ്സിറ്റി, ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പാസ്സായ വർഷം, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ക്ലാസ്, ഡിവിഷൻ എന്നിവ കൊടുക്കേണ്ടതാണ്. കൂടാതെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് എവിടെയാണോ ആ സ്ഥാപനത്തിന്റെ പേര്
ഡെസിഗ്നേഷൻ, ഫ്രം, ഡേറ്റ്, ടു ഡേറ്റ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണോ അതെല്ലാം കൊടുക്കേണ്ടതാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിനു ശേഷം ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ഓണാക്കി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊഴിൽ വാർത്തകൾ ഇനിയും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.